ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിന് അനുസരിച്ച് പെരുമാറാനും കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക്, ഒരു ഭാര്യയ്ക്ക് അവളുടെ ആരെയും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാതെ പോകുന്ന ഒരു ജീവിതം അവൾക്ക് തന്നെ സ്വയം മാറ്റാൻ കഴിയും. ചില സാഹചര്യങ്ങളിൽ ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവ് തന്നോട് എത്ര സ്നേഹമുള്ളതാണെങ്കിൽ കൂടി അവരിൽ നിന്ന് പോലും അവൾക്ക് അവഗണന നേരിടേണ്ടി വരുന്നു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ടി അല്ല എന്ന് അവൾ 1000 വട്ടം പറഞ്ഞാൽ പോലും അവൾ ചെയ്യുന്ന കാര്യങ്ങൾ അവളുടെ കടമ മാത്രമായി ഒരു ഭർത്താവ് മാറ്റിക്കളയുന്നു. അയാൾ ആജ്ഞാപിക്കുന്ന കാര്യങ്ങൾ ഒരു മടിയും കൂടാതെ അവൾ അനുസരിക്കുമ്പോൾ അവൾക്ക് അനുസരണ ഉണ്ട് എന്ന് അയാൾ അംഗീകരിക്കുന്നു, അവളെ അറിയിപ്പിക്കുന്നു. എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ചില ആളുകൾ ഇങ്ങനെയാണ്. തനിക്ക് അനുസരിപ്പിക്കാനും താൻ പറയുന്നത് പോലെ ചെയ്യാനും അവളുടെ ഒരു ചെറിയ തെറ്റുപോലും മനസ്സിലാക്കാനും അയാൾ ശ്രമിക്കുന്നില്ല. താൻ പറയുന്നതും താൻ ചെയ്യുന്നതും മാത്രമാണ് ശരി എന്ന് അയാൾ ആഴത്തിൽ വിശ്വസിക്കുന്നു. അയാളുടെ ചെറിയ വലിയ തെറ്റുകൾ ഒരിക്കലും ഒരു തെറ്റാണ് എന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ പോലും അയാൾ അംഗീകരിക്കില്ല. പകരം എനിക്ക് എൻ്റെ പോരായ്മകളെക്കുറിച്ച് അറിയാമെന്നും എൻ്റെ തെറ്റ് ഞാൻ സ്വയം സമ്മതിക്കുന്നു എന്നൊരു വാചകത്താലും അയാളുടെ തെറ്റുകൾ എല്ലാം തന്നെ അയാൾ അംഗീകരിക്കുന്നതിലൂടെ അവിടെയും അയാൾ അയാളുടെ ഒരു കഴിവായി അതിനെ കാണുന്നു. എന്നാൽ ഒരു സ്ത്രീക്ക്, ഭാര്യയ്ക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയാതെ, പ്രതികരിക്കാൻ കഴിയാതെ, തനിക്ക് വേണ്ടി എത്ര കിടന്ന് വാദിച്ചാലും അംഗീകരിക്കാത്ത ഒരു പങ്കാളിയുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും മനം നൊന്തു വിഷമിച്ചാലും നിങ്ങളുടെ വേദന ഒരിക്കലും അയാൾക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഷ്ടപ്പാടും നിങ്ങളെയും അവർ അംഗീകരിക്കപ്പെടണം എന്ന ആഗ്രഹം മാറ്റിവെച്ചിട്ട് ഇത് ഓർക്കുക: നിങ്ങളിലെ സത്യത്തെ അയാൾ തിരിച്ചറിയാനുള്ള വഴിയും നിങ്ങളുടെ കൈകളിലാണ് എന്ന്. അതിന് വേണ്ടത് എന്ത് ചെയ്താലാണ് നിങ്ങൾ കാരണം അവർ കൂടി അംഗീകരിക്കപ്പെടേണ്ടുന്ന അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് എന്ന് മനസ്സിലാക്കുക. ശരിക്കും നിങ്ങൾ കാരണം ഒരു തരത്തിലും ഒരു ഗുണവുമില്ല എന്ന ശക്തമായ തോന്നലിൻ്റെ പുറത്താണ് ഈ കുറ്റപ്പെടുത്തലുകൾ എല്ലാം തന്നെ ഉണ്ടാകാൻ തുടങ്ങുന്നത്. മനസ്സിലാക്കുക, കുറ്റപ്പെടുത്തലിൽ സങ്കടപ്പെടാൻ തുടങ്ങിയാൽ ഒരിക്കലും കുറ്റപ്പെടുത്തലുകൾ കുറയില്ല, പകരം കൂടുകയുള്ളൂ. നമ്മൾക്ക് വേണ്ടി പൊരുതാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന സത്യം കൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആർക്കും ദോഷം വരാത്ത രീതിയിൽ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കടമകൾ, കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുക. പക്ഷേ ഉള്ളിലെ ഒരു കഴിവിനെ കൂടി പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച് വിജയിച്ചു കൊണ്ടേയിരിക്കണം എന്നു മാത്രം. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ മാത്രം എരിയട്ടെ നിങ്ങൾക്ക് വിജയിക്കാനുള്ള തീ. അതിൻ്റെ ചൂടിൽ ആരെയും കെടുത്താതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ച് കൂടുതൽ സംസാരിക്കുക. നിങ്ങളെ മനസ്സിലാക്കുന്നവരോട് നിങ്ങളെക്കുറിച്ച് പറയുക. നിങ്ങളുടെ പേരിൽ അവരും അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ വില എന്താണ് എന്ന് എല്ലാവരും സ്വയം മനസ്സിലാക്കിക്കൊള്ളും എന്നുള്ളതും ഒരു വലിയ സത്യമാണ്. നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി.